അപ്പോൾ ഞാനിന്ന് കുറച്ച് കണവത്തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ കണവ നല്ലപോലെ മഞ്ഞളും ഉപ്പിട്ട് വേവിക്കണം. എന്നിട്ടൊരു ചട്ടി വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉണക്കമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആ പച്ച ചുവയൊന്ന് മാറുന്നിടം വരെ വഴറ്റി പച്ചമുളക് സവോള കരിയാപ്പില നല്ലപോലെ വഴറ്റി എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ട് വഴറ്റി തക്കാളിക്ക് ഒരു പകുതിയാകുമ്പോൾ ഇട്ട് കൊടുത്ത് തേങ്ങയിട്ട് നല്ലപോലെ വഴറ്റണം. അതിൻ്റെ മെയിൻ പൊടികൾ എന്താണെന്ന് വെച്ചാൽ കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് മുളക് പൊടി ഇത്രയിട്ട് നല്ലപോലെ വഴറ്റണേ. ഓൾറെഡി ഹാഫ് കുക്കായ കണവയാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്നിട്ട് നല്ലപോലെ വഴറ്റി കഴിയുമ്പം ഈ കണവയെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി മൊത്തം ഗ്രേവിയും അതിനകത്ത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു കൈക്ക് ഇച്ചിരി മാത്രം ഒരു വെള്ളം ഒന്ന് ജസ്റ്റ് കുക്കായതാണ് ഓൾറെഡി ഒന്ന് വെച്ച് അടച്ച് വയ്ക്കുക. അതിനിടയ്ക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ചെമ്പാ പുട്ടും മാങ്ങാപ്പഴമായിരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതും നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണവ സെറ്റായി. കുറച്ച് ഉപ്പ് കുറവാണെന്ന് കൊടുത്തു. നമ്മുടെ ഇസാക്കിന് കൊടുത്തപ്പോൾ അവന് വേണ്ട, അവൻ ഓടി കേട്ടോ. പിന്നെ ഞാൻ കണവത്തോരൻ കുറച്ച് പുട്ടിൻ്റെ കൂടെ എടുത്തു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, അപ്പോൾ രാവിലെ നമ്മുടെ പരിപാടി കഴിഞ്ഞ് തൊമ്മി കൊടുത്തിട്ട് സൂപ്പറാണെന്ന് പറഞ്ഞു.